വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഈസി പീസ് കറിയുടെ റെസിപ്പിയാണിത്. ഒന്ന് കണ്ടു നോക്കൂ. സവാള പോലും വഴറ്റാതെ നല്ല കുറുകിയ ചാറോട് കൂടിയ ഈ പീസ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കൂ. ഇത് ചപ്പാത്തിക്കും പൂരിക്കും അപ്പത്തിനും എല്ലാം നല്ലൊരു കോമ്പിനേഷനാണ്. ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് വളരെ സൗകര്യമായിരിക്കും. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. ഇത് 1 കപ്പ് പീസാണ്. നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി 6-7 മണിക്കൂറായി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുകയായിരുന്നു. അതായത് ഓവർനൈറ്റ് വെച്ചതാണ്. ഇതിപ്പോൾ രാവിലെയാണ് ഈ കറി ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ കടലയും പരിപ്പും ഒക്കെ വേവിക്കുന്നത് പോലെ തന്നെ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. നല്ലോണം മിക്സ് ചെയ്ത് വേവിക്കാം. കുക്കറിൽ 1 വിസിൽ വരുമ്പോൾ അല്പനേരം സിമ്മിൽ വയ്ക്കുക. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഒന്നുകൂടി കൂട്ടി വയ്ക്കുക. 2 വിസിൽ കൂടി, അത്രയും മതിയാവും. ആ സമയം കൊണ്ട് ഒരു 4 തക്കാളി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിൽ കിടന്ന് ഇത് നല്ല പോലെ ഒന്ന് വേവട്ടെ. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഇളകി വരും. ആ തൊലി മാറ്റിയ ശേഷം നല്ലപോലെ തണുത്ത ശേഷം ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാനുള്ളതാണ്. ഞാനൊരു പാനിൽ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും റിഫൈൻഡ് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ആവാം. എണ്ണ ചൂടാവുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. സവാള നമ്മൾ ചേർക്കുന്നില്ലല്ലോ. ഇതൊന്ന് നല്ലപോലെ മൂപ്പിച്ച് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. കൂട്ടത്തിൽ 2 പച്ചമുളകും കട്ട് ചെയ്തിടാം. എരിവൊക്കെ ആവശ്യത്തിന് ചേർക്കുക. പച്ചമുളക് അല്പം വലുപ്പത്തിൽ കട്ട് ചെയ്താൽ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ മാറ്റിയെടുക്കാൻ എളുപ്പമായിരിക്കും. നല്ലപോലെ ഒന്ന് വഴറ്റിയ ശേഷം 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ചപ്പാത്തിയും കറിയും രണ്ടും കൂടി ഉണ്ടാക്കുക എന്ന് പറയുന്നത് അല്പം സമയം കളയുന്ന പരിപാടിയാണല്ലേ. ഇങ്ങനൊരു കറിയാണെങ്കിൽ കറി നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. ഞാൻ ആ തക്കാളിയെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. തൊലിയെല്ലാം കളഞ്ഞ ശേഷമാണ് അരച്ചത്. അതിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളിയും ഇതിൻ്റെ കൂടെ കിടന്ന് നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ. വേവിച്ച പീസ് ഞാൻ കുക്കറിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. എപ്പോഴും പീസ് വേവിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ തൊലിയൊക്കെ പൊങ്ങിക്കിടക്കുമല്ലേ. അതും കളയണ്ട. പക്ഷെ കറിയിൽ അങ്ങനെ കിടക്കുമ്പോൾ അതൊരു സുഖമാവില്ല. അതുകൊണ്ട് ചെയ്യാവുന്ന ഒരു എളുപ്പവിദ്യ പറഞ്ഞുതരാം. ആ തൊലിയും വേണമെങ്കിൽ ഒരല്പം പീസും കൂടി ചേർത്ത് ഒന്ന് മാറ്റി വയ്ക്കുക. അതൊന്ന് അരച്ചെടുത്താൽ നമ്മുടെ കറിക്ക് നല്ലൊരു കൊഴുപ്പൊക്കെ കിട്ടും. തൊലി അങ്ങനെ തന്നെ കിടക്കുകയുമില്ല. ഞാനിതൊന്ന് പ്രത്യേകം അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാറ്റുന്നത്. ഇപ്പം നല്ല ചൂടാണ്. ചൂടൊന്ന് ആറിയിട്ട് വേണം അരച്ചെടുക്കാൻ. നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങി. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച പീസും ആ തൊലിയും എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ബാക്കി പീസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ വേറെ ഉപ്പോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ഇതിലേക്ക് ഇപ്പോൾ ചേർത്തിട്ടില്ല. ഇതെല്ലാം കൂടി ആദ്യം നല്ലപോലെ ഒന്ന് മിക്സ് ആവട്ടെ. അതിനുശേഷം ബാക്കി വേവിച്ച് വെച്ചിരിക്കുന്ന പീസും അതിൻ്റെ ആ ചാറും എല്ലാം കൂടി ഒഴിച്ചു കൊടുക്കാം. പീസ് ഇരിക്കുന്തോറും കുറുകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ മറക്കണ്ട. പച്ചമുളക് ചേർത്തതാണെങ്കിലും എരിവ് കുറവാണ്. അതുകൊണ്ട് 1 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. എരിവുള്ള മുളക് പൊടി തന്നെ. അതുപോലെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും. അതല്ല ചിക്കൻ മസാലപ്പൊടിയോ ഏത് വേണമെങ്കിലും ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പൊടികളുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറണം. കണ്ടോ, കൂടുതൽ കുറുകിയാണ് വരുന്നത്. സവാളയൊന്നും ചേർക്കാതെ തന്നെ ഇത്രയും കൊഴുപ്പുണ്ട്. ഉപ്പൊരൽപ്പം കൂടി വേണം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനൊരല്പം തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിൽ സാധാരണ വെള്ളം ചേർക്കുന്നതിനേക്കാൾ നല്ലത് തിളച്ച വെള്ളം ചേർക്കുന്നതാണ്. ചാറ് എത്രത്തോളം വേണോ അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വളരെ എളുപ്പത്തിലുള്ള കറിയാണ്. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ തൂകിയാൽ നമ്മുടെ കറി റെഡി. ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കുന്നതാണ് നല്ലത്. തണുക്കുമ്പോൾ ഇരുന്ന് കട്ടിയാവും. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കില്ലല്ലോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.